ഹലോ ഗൈസ്, എല്ലാവർക്കും റാൻസ് ലേണിംഗ് പോർട്ടലിലെ +2 ബയോളജി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ കുറച്ച് ഭാഗങ്ങളിലേക്കാണ്. അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുന്ന ഏരിയകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്, നമുക്ക് എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ് സ്ട്രക്ചർ ഓഫ് ആന്റിബോഡി എന്ന് വിളിക്കുന്ന സാധനം. ആന്റിബോഡി എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് മക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ്. എന്താണ് ആന്റിബോഡീസ് എന്ന് പറഞ്ഞാൽ? ആന്റിബോഡീസ് ആർ പ്രോട്ടീൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ബി ലിംഫോസൈറ്റ്സ് ആണ് അല്ലെ, അഗെയിൻസ്റ്റ് ദി ആന്റിജൻസ്. ആന്റിജൻസിനെതിരെ ആന്റിബോഡീസ് എന്ന് പറയുന്ന പ്രോട്ടീൻസ് ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്, പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ബി ലിംഫോസൈറ്റുകൾ ആണ് അല്ലെ. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണ്. അപ്പോൾ എല്ലാവരും ആ കാര്യം അറിയാം. അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആന്റിബോഡീസിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. അപ്പൊ ആന്റിബോഡിയുടെ സ്ട്രക്ചർ ആണ് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ വലിയ ചിത്രമായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു ചിത്രം കണ്ടാൽ തന്നെ എന്ത് ചെയ്യണം, ഇത് എന്താണ് സാധനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ എന്ത് ആൻസർ ചെയ്യണം? ഇത് ആന്റിബോഡിന്റെ സ്ട്രക്ചർ ആണെന്ന് എന്ത് ചെയ്യണം, മക്കൾ ആൻസർ ചെയ്യണം. അപ്പൊ അതിൽ എന്തൊക്കെ സാധനങ്ങളാണ്, അതിന്റെ കോമ്പണന്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈച്ച് ആൻഡ് എവറി ആന്റിബോഡീസ് ആർ സീൻ ഇൻ ടു ലൈറ്റ് ചെയിൻസ് ആൻഡ് ടു ഹെവി ചെയിൻസ്. രണ്ട് ലൈറ്റ് ചെയിൻസും രണ്ട് ഹെവി ചെയിൻസുമാണ് എന്തിനുണ്ടാവുന്നത്, നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആന്റിബോഡിയിൽ കാണുന്നത്. അപ്പൊ അതിൽ ഏതാണ് ഹെവി ചെയിൻ എന്ന് വിളിക്കുന്നത്? ഈ സാധനമാണ് ഹെവി ചെയിൻ എന്ന് വിളിക്കുന്നത്. ഇത് രണ്ടെണ്ണം ഇല്ലേ, ഈ രണ്ടെണ്ണത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഹെവി ചെയിൻ. ആന്റിബോഡിന്റെ സ്ട്രക്ചറിലുള്ള ഹെവി ചെയിൻസ് ആണ് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഏതായിരിക്കും ലൈറ്റ് ചെയിൻസ്? ലൈറ്റ് ചെയിൻസ് ഈ ചെറുതായിരിക്കും. ഈ ചെറിയ രണ്ടെണ്ണത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൈറ്റ് ചെയിൻസ് എന്ന് വിളിക്കുന്ന സാധനം. അപ്പോ ഈച്ച് ആന്റിബോഡി മോളിക്യൂൾ ഹാസ് 4 peptide chains. 4 peptide chains ഉണ്ട്. 2 small called light chains and 2 longer called heavy chains. അപ്പൊ 2 ലൈറ്റ് ചെയിൻസും 2 ഹെവി ചെയിൻസുമാണ് സ്ട്രക്ചർ ഓഫ് ആന്റിബോഡീസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ H2L2 എന്ന് പറയുന്ന ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ഈ ഒരു ഫോർമുല നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ അതിൽ H2 എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ഹെവി ചെയിനുകളെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. L2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ലൈറ്റ് ചെയിൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഏത്, നമ്മുടെ ഈ L2 എന്ന് വിളിക്കുന്ന സാധനം. അപ്പൊ അത് രണ്ടും എന്ത് ചെയ്യാം, മക്കൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആന്റിബോഡീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആന്റിബോഡീസിൽ നമുക്ക് പഠിക്കാനുള്ളത് 4 സാധനങ്ങളാണ്. ഏതൊക്കെയാണത്? അത് IgA ഇമ്മ്യൂണോഗ്ലോബുലിൻ A എന്ന് വിളിക്കുന്ന സാധനം, IgM എന്ന് വിളിക്കുന്ന സാധനം, IgE എന്ന് വിളിക്കുന്നത്, അതുപോലെ തന്നെ IgG എന്ന് വിളിക്കുന്ന സാധനം. അങ്ങനെ 4 ടൈപ്പ് ഓഫ് ആന്റിബോഡീസ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇവിടെ നമ്മൾക്ക് പഠിച്ചു വെക്കാനുള്ളത്. അപ്പൊ അതിന്റെ എന്തൊക്കെയാണ് അവർ ചെയ്യുന്ന ഫങ്ഷൻസ് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. IgA ചെയ്യുന്ന ഫങ്ഷൻ എന്താണ്? പ്രൊട്ടക്ട് ദ മ്യൂക്കോസൽ ടിഷ്യൂസ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, മ്യൂക്കോസൽ ടിഷ്യൂസ് എന്ന് പറയുന്ന സാധനങ്ങൾ നമ്മുടെ ബോഡിയിലുണ്ട് അല്ലെ. ഈ സാധനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്? IgA എന്ന് പറയുന്ന ആൾക്കാരാണ്. അതുപോലെ ഇമ്മ്യൂണോഗ്ലോബിൻ M ചെയ്യുന്നത് എന്താണ്? ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ആണ്. അതായത് എന്തെങ്കിലും ടൈപ്പ് ഓഫ് ആന്റിജൻസ് നമ്മളെ ബോഡിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തുണ്ടാക്കാൻ പറ്റും, ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് കാണിക്കും അല്ലെ. ഇതൊരു ടൈപ്പ് ഓഫ് എന്താണ്, നോൺ സ്പെസിഫിക് ഡിഫൻസ് മെക്കാനിസം ആണ്. അപ്പൊ അതിൽ ഇൻഫ്ലമേറ്ററി റെസ്പോൺസിനെ മീഡിയേറ്റ് ചെയ്യുന്നത് ആരാണ്? IgM എന്ന് പറയുന്ന ആൾക്കാരാണ്. IgM ആണ് കേട്ടോ, IgM. ഇനി IgEന്റെ പരിപാടി എന്താണ്? അലർജിക് റിയാക്ഷൻസിന് എന്ത് ചെയ്യുന്നു, മീഡിയേറ്റ് ചെയ്യുന്നു. അലർജിക് റിയാക്ഷൻസ്, അപ്പൊ നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യും, അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കും അല്ലെ. ആ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് ആന്റിബോഡീസ് ആണ്? അത് നമ്മുടെ IgE ടൈപ്പ് ഓഫ് ഇമ്മ്യൂണോഗ്ലോബുലിൻ E ടൈപ്പ് ഓഫ് ആന്റിബോഡീസ് ആണ് എന്ത് ചെയ്യുന്നത്, അലർജിക് റിയാക്ഷൻസ് എന്ത് ചെയ്യുന്നത്, മീഡിയേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് IgGയെ കുറിച്ചിട്ടാണ്. ഇമ്മ്യൂണോഗ്ലോബുലിൻ G എന്ന് വിളിക്കുന്ന ആള്, ഇവരെന്താ ചെയ്യുന്നത്, കൺട്രോൾ ഇൻഫെക്ഷൻ ഓഫ് ബോഡി ടിഷ്യൂസ്. ബോഡി ടിഷ്യൂസിന്റെ ഇൻഫെക്ഷൻസിനെ എന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണ് ആര്? IgG എന്ന് വിളിക്കുന്ന ആൾക്കാർ. ഇനി നമ്മൾ ഇതിൽ ഒറ്റ പോയിന്റ് കൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അത്. ഡൈസൾഫൈഡ് ബോണ്ട് എന്ന് വിളിക്കുന്ന സാധനമാണ്. ഡൈസൾഫൈഡ് ബോണ്ട് എന്ന് പറയുന്ന ആൾ ആരാണ്? നമ്മുടെ ആന്റിബോഡീസിലുള്ള അതിൽ പ്രത്യേകമായിട്ട് കാണപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ബോണ്ടാണ് എന്ത് വിളിക്കുന്നത്, ഡൈസൾഫൈഡ് ബോണ്ട് എന്ന് വിളിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്ട്രക്ചർ ഓഫ് ആന്റിബോഡീസിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. മക്കളെ,
2 മാർക്ക് മുതൽ 4 മാർക്ക് വരെ ചോദ്യം ചോദിക്കുന്ന ഏരിയയാണ്. മക്കൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ഈ ടോപ്പിക് എന്തായിരിക്കണം, കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.